പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഫെബ്രുവരി 2 മായൽത്തു പെരുന്നാളാണല്ലോ. മറിയാമും യൗസേപ്പും ശിശുവായ യേശുവിനെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഓർമ്മയാണ് ശുദ്ധമുള്ള മായൽത്തു പെരുന്നാൾ. അവിടെ വെച്ച് ശിമയോൻ എന്ന വന്യവയോധികൻ ആ ശിശുവിനെ കരത്താൽ വഹിച്ചുകൊണ്ട് ഇവൻ ദൈവമെന്നും ജീവൻ്റെയും മരണത്തിൻ്റെ അധികാരിയെന്നും ഉദ്ഘോഷിക്കുന്നു. വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ ഒരു പായ വിരിച്ച് വിശുദ്ധ ഏവൻഗേലിയൻ മേശയിട്ട് അതിന് താഴെ ഒരു തളികി വാഴ്ത്തുവാൻ ആവശ്യമായ മെഴുകുതിരികൾ വെച്ച് ഒരു ശോശപ്പ കൊണ്ട് മൂടുന്നു. മെഴുകുതിരി വച്ചിരിക്കുന്ന തളികയുടെ ഇരുവശങ്ങളിലുമായി കത്തിച്ച മെഴുകുതിരികളും ക്രമീകരിച്ച് പ്രദക്ഷിണം ആരംഭിക്കുന്നു. ഏവൻഗേലിയൻ മേശ ഇടുന്നിടത്തിന് പകരം നമസ്കാര മേശയിൽ ഒരു വെള്ള വിരിയിട്ട് അതിന്മേൽ ഒരു ഏവൻഗേലിയൻ പുസ്തകം വെച്ച് മേൽപ്പറഞ്ഞ രീതിയിൽ തളികയിൽ മെഴുകുതിരികൾ ശോശപ്പ കൊണ്ട് മൂടി ഇരുവശങ്ങളിലും കത്തിച്ച മെഴുകുതിരികളും വെച്ച് ക്രമീകരിച്ചാലും മതി. പ്രദക്ഷിണം സാധാരണ പോലെ ആഘോഷപൂർവം ധൂപക്കുറ്റി, മെഴുകുതിരികൾ, വിശുദ്ധ ഏവൻഗേലിയോൻ, മർഹാസകൾ, കൊടി, മേക്കട്ടി തുടങ്ങിയവയോടുകൂടി പള്ളിയുടെ വടക്കേ വാതിലിലൂടെ പുറത്തേക്കിറങ്ങി ആൻറ്റി ക്ലോക്ക് വൈസായി പ്രദക്ഷിണം ചെയ്ത് തെക്കേ വാതിൽ വഴി പള്ളിയകത്ത് പ്രവേശിച്ച് ക്രമം ആരംഭിക്കുന്നു. ആവശ്യമെങ്കിൽ ഈ പ്രദക്ഷിണം പള്ളിയകത്തുകൂടെ ആൻറ്റി ക്ലോക്ക് വൈസായി നടത്താവുന്നതിനാണ്. പ്രദക്ഷിണത്തിന് ധൂപക്കുറ്റി, കത്തിച്ച മെഴുകുതിരികൾ, മണികൾ, മറുവാസ എന്നിവയും വേണം. അംശവസ്ത്രധാരിയായ കാർമികൻ ഊറാറ എന്ന് പറഞ്ഞാൽ വെള്ള ഊറാറയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത പക്ഷം ചുവപ്പ് ഊറാറ ഉപയോഗിക്കാം. ചുറ്റിയ ഒരു തടിക്കുരിശ് നെഞ്ചോട് ചേർത്തെടുത്ത് വൃദ്ധനായ ശമു ആ ശിശുവിനെ എടുത്ത പ്രകാരം ഒരു ശിശുവിനെ എടുക്കുന്ന വിധം ഇരു കൈകൾ കൊണ്ടും എടുത്തുകൊണ്ടും തത്സമയത്ത് എല്ലാവരും ചേർന്ന് പ്രദക്ഷിണഗീതം ആലപിച്ചുകൊണ്ടും ജനമെല്ലാം കാർമികനെ അനുഗമിക്കണം. പ്രദക്ഷിണം പൂർത്തീകരിച്ച ശേഷം കാർമികൻ ഏന്ത്യ തടിക്കുരിശ് വെള്ള വിരിയിട്ട് വിരിച്ചൊരുക്കിയ മേശമേൽ വെച്ച് ക്രമം ആരംഭിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥനകൾക്ക് ശേഷം 51-ാം മസ്മൂറ തുടങ്ങിയവ ക്രമപ്രകാരം നടന്നുകയും കാർമികൻ വിശുദ്ധ കുർബാനയിലെ പോലെ ശോശപ്പ ആഘോഷിക്കാതെ തന്നെ എടുത്ത് മാറ്റുന്ന ഇടതുവശത്ത് വയ്ക്കണം. അതിനുശേഷം വരുന്ന പ്രാർത്ഥനകളിൽ കാർമികൻ വിശുദ്ധ കുർബാനയിലെ പോലെ കൈകൾ മലർത്തിപ്പിടിച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ ചൊല്ലുന്നു. മെഴുകുതിരികൾ വാഴ്ത്തി ഊത്തോമായും കഴിഞ്ഞ് മേശമേൽ വെച്ചിട്ടുള്ള തടിക്കുരിശെടുത്ത് ഭീമയിലോ വിശുദ്ധ മദ്ബഹായിലോ നിന്നുകൊണ്ട് ഔദുമാലാക ചൊല്ലി ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ ചൊല്ലി മായൽത്തു ക്രമം പൂർത്തീകരിച്ച് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. വാഴ്ത്തിയ മെഴുകുതിരികൾ വിശ്വാസികൾക്ക് കൊടുക്കുകയും വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ വിശ്വാസികൾ അവ കത്തിച്ചു പിടിക്കുകയും വേണം. ബാക്കി വരുന്ന മെഴുകുതിരികൾ വിശുദ്ധ മദ്ബഹായിലെ ഉപയോഗത്തിന് എടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ വിശ്വാസികൾക്ക് ഭവനത്തിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്ന വാഴ്ത്തിയ തിരികൾ ഭക്തിയാദരവുകളോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ മായൽത്തോയുടെ ക്രമം. ഇത് എല്ലാ പള്ളികളിലും നടത്തണമെന്നുള്ളതാണ് നമ്മുടെ സഭയുടെ ക്രമീകരണം. താങ്ക് യു.